നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. LDFന് സീറ്റായി, ലീഗിന് സീറ്റായി, കേരള കോൺഗ്രസിന് സീറ്റായി. പക്ഷേ കോൺഗ്രസിൽ മാത്രം മാരത്തൺ ചർച്ചകൾ എന്ന പരിഹാസത്തിന് താൽക്കാലിക ആശ്വാസം. 55 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളായി. ഇനി 37 കൂടി മതി. പക്ഷേ തർക്ക സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എവിടെ? ആരാണ് പിടിച്ചു നിർത്തുന്നത് തീരുമാനങ്ങളെ? ഗ്രൂപ്പ് പോരാട്ടമോ, നേതൃത്വത്തിന്റെ ദൗർബല്യമോ, മത്സരിക്കണമെന്ന കെ സുധാകരന്റെ വാശിയോ? കോൺഗ്രസ് വൈകിയിറങ്ങിയാലും ആ വൈകിക്കൽ കൊണ്ട് ശ്രദ്ധ മാറുമെങ്കിലും ആഭ്യന്തര കലഹത്തിൽ നിന്ന് CPM രക്ഷപ്പെടുമോ? CPMലെ വിമത ശബ്ദങ്ങൾ, സ്ഥാനാർത്ഥി വിവാദങ്ങൾ, കണ്ണൂർ പാർട്ടിയിലെ കലഹം, അസന്തോഷത്തിന്റെ സൂചനകൾ ഇവ ഒറ്റ ദിവസത്തിൽ അപ്രത്യക്ഷമാകുമോ? കോൺഗ്രസിന്റെ ആശയക്കുഴപ്പം CPMന് ആശ്വാസമാകാം. പക്ഷേ അത് സ്ഥിരമായ ഒരു രക്ഷാകവചം ആണോ? വോട്ടർമാർക്ക് മുന്നിൽ ഒരേ ഒരു ചോദ്യം: ആരാണ് കൂടുതൽ വിശ്വാസയോഗ്യർ? കോൺഗ്രസ് വൈകിപ്പ് CPMന് ഗുണമോ, അല്ലെങ്കിൽ സ്വന്തം കലഹങ്ങൾ തന്നെ CPMന് തിരിച്ചടിയാക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡൽഹിയിൽ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 55 പേരുടെ ആദ്യ പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. ഇനിയും 37 സീറ്റുകളിൽ കൂടി ധാരണയാകാൻ ബാക്കി നിൽക്കുകയാണ്. ഇരിക്കൂർ സജി ജോസഫ് സിറ്റിംഗ് MLA തുടരും. പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സിറ്റിംഗ് MLA തന്നെ തുടരും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനായിരിക്കും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക. നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു പട്ടിക തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ വീണ്ടും ജനവിധി തേടാൻ പോവുകയാണ്. കുണ്ടറയിൽ PC വിശ്വനാഥ് മത്സരിക്കും. 22 സിറ്റിംഗ് MLAമാരിൽ 3 പേരൊഴികെ 19 പേരും മത്സരിക്കും. അതുകൊണ്ട് തന്നെ ഈ പട്ടികയ്ക്ക് അത്ര പുതുമയുണ്ടെന്ന് പറയുവാൻ കഴിയുകയില്ല. കരുനാഗപ്പള്ളിയിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ CR മഹേഷാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. കാട്ടാക്കടയിൽ MR ബൈജു ആയിരിക്കും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. പറവൂരിൽ VD സതീശൻ വീണ്ടും ജനവിധി തേടാൻ പോവുകയാണ്. 3 സിറ്റിംഗ് MLAമാരിൽ എന്ന് പറയുമ്പോൾ എൽദോസ് കുന്നപ്പിള്ളിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല, തൃപ്പൂണിത്തുറയിൽ K ബാബുവില്ല, ബാക്കി 19 പേരും മത്സരിക്കുന്നു. തൃക്കാക്കരയിൽ ഉമാ തോമസ് വീണ്ടും ജനവിധി തേടുന്നു. കോന്നിയും കണ്ണൂരും ഒഴിച്ചിട്ടിരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കോട്ടയത്ത് വീണ്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മത്സരിക്കാൻ പോകുന്നത്. കോന്നിയും കണ്ണൂരും എന്ന് പറയുമ്പോൾ ശ്രദ്ധ നേടുന്നത് അടൂർ പ്രകാശും K സുധാകരനും മത്സരിക്കുമോ എന്നുള്ള കാര്യമാണ്. അതിനുള്ള അനുവാദം കിട്ടുമോ എന്ന്. തവനൂരിൽ BS ജോയ് വരികയാണ് KT ജലീലിനെ നേരിടാൻ. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. വണ്ടൂരിൽ സിറ്റിംഗ് MLA AP അനിൽകുമാർ വീണ്ടും ജനവിധി തേടാൻ പോവുകയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ തർക്കം. ആകെ 3 മണ്ഡലങ്ങളിൽ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആയിട്ടുള്ളൂ. പൊന്നാനിയിൽ KP നൌഷാദ് അലി ആയിരിക്കും. വട്ടിയൂർക്കാവിൽ നേരത്തെ പറഞ്ഞതുപോലെ K മുരളീധരൻ. ഇങ്ങനെ 55 പേരുടെ പട്ടിക ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിൽ 19 പേർ സിറ്റിംഗ് MLAമാരാണ്. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് ആയിരിക്കും മത്സരിക്കുക. പാലക്കാട് രമേഷ് പിഷാരടി ആണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് പകരം. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വീണ്ടും ജനവിധി തേടാൻ പോവുകയാണ്. ഈ ആദ്യ പട്ടികയ്ക്ക് പിന്നാലെ ഇറങ്ങുന്ന പട്ടികയായിരിക്കും ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത്. കോവളത്ത് M വിൻസെന്റിന് സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ വിൻസെന്റ് ഉസ്മാൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ പോകുന്നു. ചിറയൻകീഴിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അവിടെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ രമ്യയായിരിക്കും ചിറയൻകീഴിൽ കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുക. മലമ്പുഴയിൽ A സുരേഷ് ആയിരിക്കും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക. ഇന്നാണ് സുരേഷ് കോൺഗ്രസിൽ ചേർന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ പോകുന്നത് യുവ നേതാവായ VP അബ്ദുൾ റഷീദ് ആയിരിക്കും. ഇതെല്ലാം പ്രതീക്ഷിച്ച പട്ടിക തന്നെയാണ്. ഈ പട്ടികയിൽ വലിയ സർപ്രൈസ് പറയാൻ പറ്റില്ല. കോഴിക്കോട് നോർത്തിൽ കോൺഗ്രസിന് വേണ്ടി K ജയന്ത് മത്സരിക്കാൻ ഇറങ്ങുകയാണ്. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകുന്നു. പാലക്കാട് ജില്ലയിലും ഏതാനും സീറ്റുകൾ ഇനിയും വരാനുണ്ട്. വൈക്കത്ത് കോൺഗ്രസിന് വേണ്ടി ബിനുമോനാണ് മത്സരിക്കുന്നത്. തലശ്ശേരിയിൽ KP സാജു ആണ് മത്സരിക്കുന്നത്. ചാത്തന്നൂരിൽ സൂരജ് രവി മത്സരിക്കുന്നു. ഇരിക്കൂരിൽ സജീവ് ജോസഫ് നേരത്തെ പറഞ്ഞതുപോലെ. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയായിരിക്കും മത്സരിക്കുന്നത്. വയനാട്ടിലെ 3 സീറ്റിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ T സിദ്ദിഖ്, 2 പേരും സിറ്റിംഗ് MLAമാർ തന്നെ വീണ്ടും മത്സരിക്കുന്നു. കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാറാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. ബാലുശ്ശേരിയിൽ VT സൂരജിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് MLA വീണ്ടും ജനവിധി തേടുന്നു. ഇങ്ങനെ 55 പേരുടെ പട്ടികയായി. കഴിഞ്ഞ തവണ കോൺഗ്രസ് 92 സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ ഈ പട്ടികയിൽ ഇനി വരാൻ പോകുന്ന പട്ടികയിൽ
ചില മണ്ഡലങ്ങൾ അതിൽ ഒന്ന് അമ്പലപ്പുഴയാണ്. ജി സുധാകരന് വേണ്ടി കോൺഗ്രസ് ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ പയ്യന്നൂർ അത് RSPക്ക് നൽകുകയാണ്. അവിടെ CPM വിമതനായ വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. അവിടെ RSP സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ പോകുന്നു. അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാവുകയില്ല. പകരം മട്ടന്നൂരിൽ കോൺഗ്രസ് മത്സരിക്കും. ആ സീറ്റിൽ സ്ഥാനാർത്ഥിയാകേണ്ടതുണ്ട്. തളിപ്പറമ്പിൽ അവിടെ കോൺഗ്രസ് വിട്ട ഗോവിന്ദന് വേണ്ടിയുള്ള അവിടെ കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെയും മിക്കവാറും അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. ആലുവയിൽ അൻവർ സാദത്താണ് ജനവിധി തേടാൻ പോകുന്നത്. നേരത്തെ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങിയിരുന്നു. ലീഗ് 2 സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് 27-ൽ 25 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ശ്രീ MS വേണുഗോപാൽ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഡോക്ടർ G ഗോപകുമാർ, ശ്രീ വെമ്പായി നസീർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെ കാണുന്നു കോൺഗ്രസിന്റെ ഈ പട്ടികയെ? ലേറ്റ് ആയിട്ടാണ് പട്ടിക വന്നത്, പക്ഷേ ഇത് പൂർണ്ണമായ ഒരു പട്ടികയല്ല, ഇനിയും ബാക്കി കിടക്കുകയാണ്. അല്ല, ഞാനതിനോട് യോജിക്കുന്നില്ല. കോൺഗ്രസ് ആണ് ആദ്യം പട്ടിക പുറത്തിറക്കിയത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ പട്ടികയിലാണ് ഐഷ പോറ്റി വന്നത്, അതുപോലെ തന്നെ G സുധാകരൻ വന്നത്, A സുരേഷ് വന്നത്, കുഞ്ഞിക്കണ്ണൻ പയ്യന്നൂർ വന്നത്, ഇപ്പോൾ KT ഗോവിന്ദൻ മാഷ് വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വിസ്മയ സ്ഥാനാർത്ഥികളെല്ലാം കോൺഗ്രസ് ആണ് പ്രഖ്യാപിച്ചത്. അത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അതെ, അപ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ വിസ്മയം ശരിക്കും ഇനി അവർ നടത്തുന്ന വിസ്മയം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നടത്തിയ 56 സീറ്റുകളിൽ 19 എണ്ണവും നിലവിലെ MLA മാരാണ്, അതിൽ തർക്കമില്ല. പിന്നെ വട്ടിയൂർക്കാവ് K മുരളീധരൻ മുതൽ ധർമ്മടത്ത് അബ്ദുൾ റഷീദ് വരെയുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചതിൽ ആർക്കും തന്നെ വലിയ വിരോധമോ എതിർപ്പും വരാത്ത, ഇതൊരു എതിർപ്പില്ലാത്ത ഒരു ലിസ്റ്റാണ്. ഇതല്ല തർക്ക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, ഇതൊന്നുമല്ല ഇനി വരാനിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി കോൺഗ്രസിന്റെ വിസ്മയം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത്രയും നാൾ നമ്മളെ കണ്ടത് CPMന്റെ വിസ്മയമായിരുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിലെ വിസ്മയം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് K സുധാകരൻ മുതൽ ഇനി അടൂർ പ്രകാശ്, MK രാഘവൻ എന്നിവരെല്ലാം ഇപ്പോൾ MK രാഘവൻ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ഒഴിച്ചിട്ടിരിക്കുകയാണ്, പിന്നെ കോന്നിയും ഒഴിച്ചിട്ടിരിക്കുകയാണ്, പിന്നെ മറ്റ് MP മാർ മത്സരിക്കുവാൻ സാധ്യതയുള്ള സീറ്റുകൾ ഇതിൽ കാണുന്നില്ല. ഇതിൽ വന്നിട്ടുണ്ട്. സുരേഷിനെ KPCC പ്രസിഡന്റ് ആക്കുമെന്നാണ്, അങ്ങനെ ഒരു വിസ്മയമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെ അങ്ങനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയും MP മാരെ എന്നുള്ളതാണ് ശരിയായ വീക്ഷണം. അല്ല, ഉണ്ടെങ്കിൽ തന്നെ ഈ 2 പേരെ കാണാൻ സാധ്യതയുള്ളൂ, അടൂർ പ്രകാശും അതുപോലെ തന്നെ K സുധാകരനും. പക്ഷേ അതുണ്ടാകുവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട്. സുധാകരൻ അനുനയത്തിന് തയ്യാറായിട്ട് വഴിയിലും സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയായ പോലെയൊക്കെ ഇനി വേറിട്ട വഴിയിലൂടെ ചിലപ്പോൾ CPMന്റെയോ അല്ലെങ്കിൽ അതുണ്ടാവില്ല വന്ന് ചാടുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും പ്രശ്നം ഇതാണ്, നിലവിലെ MP മാർക്ക് മുഖ്യമന്ത്രിയാകണം, നിലവിലെ MLA മാർക്ക് മന്ത്രിയാകണം, നിലവിലെ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്ക് MLA ആകണം, DCCയിലുള്ളവർക്കും അങ്ങനെ MLA ആവണം. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത്. ഇത് ആദ്യകാലങ്ങളിൽ കോൺഗ്രസ്സിൽ എപ്പോഴും നടക്കുന്നതാണ്. അത്തരം ഒരു തിരയിളക്കം കോൺഗ്രസ്സിൽ ഉണ്ടാകുമെങ്കിലും കോൺഗ്രസിൻ്റെ പൂർണ്ണ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ അതെല്ലാം ഒതുങ്ങുമെന്നുള്ളതാണ് നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ളത്. ശരിയാണ്, കോൺഗ്രസിൽ ആദ്യം തർക്കങ്ങൾ ഉണ്ടാവും, പക്ഷേ അത് അങ്ങോട്ട് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അത് തന്നെ ഇത്തവണയും ആവർത്തിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അത് മാത്രമല്ല, ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ള കാര്യം നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് അത്ര കണ്ട് അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിക്കുവാനും സാധ്യത കുറവാണ്. സീറ്റ് വിതരണത്തിനുള്ള ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഇത്തവണ പലയിടത്തും വിജയസാധ്യത ഉണ്ടെന്ന് ഓരോ സ്ഥാനാർത്ഥിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥി മോഹികൾ പ്രതീക്ഷിക്കുകയാണ്. ആ സ്ഥാനാർത്ഥി മോഹികളെല്ലാം അത്തരത്തിൽ രംഗത്ത് വരുമ്പോൾ ആ സാധ്യത കുറയ്ക്കരുത് എന്ന് മാത്രമേ. ശരി, മാത്രമല്ല ഇത്തവണ ആഭ്യന്തര കലഹത്തിൽപ്പെട്ടിരിക്കുകയാണ് CPM. ഡോക്ടർ G ഗോപകുമാർ, കണ്ണൂരിലെ പാർട്ടിയിലെ കലഹം ചില്ലറയല്ല. അത് ശമിപ്പിക്കാൻ വേണ്ടി ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ചു. MV ജയരാജനും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉതകുന്നതാണോ? ഇപ്പോൾ ലേറ്റായിട്ടാണ് കോൺഗ്രസിൻ്റെ പട്ടിക വരുന്നതെങ്കിലും അത് ഈ CPMന്റെ ആഭ്യന്തര കലഹം അത് മുതലെടുക്കുവാൻ ഈ പട്ടിക വൈകുന്നത് കൊണ്ട് കോൺഗ്രസിനും UDFനും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇനി കഷ്ടിച്ച് 21 ദിവസമേ തിരഞ്ഞെടുപ്പിനുള്ളൂ എന്നുള്ളത് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പട്ടിക വരാൻ വൈകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. താമസിക്കും തോറും
സമ്മർദ്ദത്തിൻ്റെ തോത് വർദ്ധിക്കാനാണ് സാധ്യത. പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അതൊരവസരമാക്കി എടുത്ത് തീരുമാനങ്ങൾ വൈകാതെ വരണമായിരുന്നു. ഇന്നലെ തന്നെ തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ പൂർണ്ണ പട്ടിക വന്നിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി തിരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ്സിന് ആത്മവീര്യം വർദ്ധിപ്പിക്കുമായിരുന്നു. ആ ഉഷാറായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കണ്ണൂറും അടൂറും ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ അന്തമില്ലാതെ ചർച്ച ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് 2-3 കാര്യങ്ങളിൽ യു ഡി എഫിന് അതെ കോന്നി യു ഡി എഫിന് വെല്ലുവിളി നിൽക്കുന്നു. ഒന്ന്, ഈ ചൂണ്ടിക്കാണിച്ച പടലപ്പിണക്കം. 2, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തരംഗമുണ്ടാക്കണം. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂടി കണ്ട കാര്യമാണ്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗൃഹസന്ദർശനം നടത്തുകയും കുറേയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്ത് ആ ട്രെൻഡ് കുറച്ച് മാറ്റുകയും അസംബ്ലിയിൽ ജയിച്ച 99 MLA-മാർക്ക് കൂടുതലും സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ മണ്ഡലം നോക്കിയതിൻ്റെ വികസനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വോട്ട് എന്നുള്ളൊരു സന്ദേശം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തോത് കുറയ്ക്കാനായി ഇടതുപക്ഷം ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം അതേപോലെ പഞ്ചായത്തിലുള്ളതുപോലെ അതേ സ്പിരിറ്റിൽ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനിയുള്ള സമയത്ത് ഭരണവിരുദ്ധ വികാരമായാലും യു ഡി എഫിൻ്റെ ഭരണം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തരംഗമാണെങ്കിലും അതൊക്കെ ചെയ്യാൻ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശരി, അത് നേതാക്കൾ മനസ്സിലാക്കുമെന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും നേതാക്കൾ പരിചയസമ്പന്നരായ നേതാക്കളാണ്. പിന്നെ ആത്മവിശ്വാസം കൂടുതലുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഇത്തവണ തിരിച്ചടിയായിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ വന്നിരിക്കുന്ന പട്ടികയിൽ താങ്കൾക്ക് പുതുമ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ പുതുമ തോന്നുന്നില്ല. കാരണം ഇത് പ്രതീക്ഷിച്ച ഒരു പട്ടികയാണ്. ഇനി വരാനിരിക്കുന്നതിലാണ് ഈ തർക്ക മണ്ഡലങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 37 ബാക്കിയുള്ളതിൽ ഒരു 30 ഇത്തരത്തിൽ തർക്കമുള്ളവയെ തന്നെയല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 3 മണ്ഡലങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച കോന്നിയും കണ്ണൂരും ഒക്കെ ഉള്ളത്. പെരുമ്പാവൂർ, അവിടെ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റില്ല, പകരം ആളെ കണ്ടെത്തേണ്ടി വരും. അവിടെ തർക്കമുണ്ടാകുമോ എന്നുള്ള കാര്യം എൽദോസ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ പരിഭവവുമായി എത്തിയിട്ടുമുണ്ട്. ആനന്ദ്, മഞ്ജുഷ്, എനിക്ക് കേൾക്കാം. ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? അല്ല, ഇപ്പൊ ഈ പട്ടികയിൽ താങ്കൾക്ക് വലിയ പുതുമ തോന്നുന്നുണ്ടോ? ഇനി വരാനിരിക്കുന്നതല്ലേ യഥാർത്ഥ കോൺഗ്രസ് പട്ടിക എന്ന് പറയുന്നത്? ഈ മാരത്തൺ ചർച്ചകളുടെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന പേരുകൾ, ഒറ്റ പേരുകളിലേക്കാവുന്ന പട്ടിക ഇനി വരാൻ പോകുന്നതല്ലേ? തീർച്ചയായും. പക്ഷേ ഈ പട്ടികയിൽ തന്നെ 1, 2, 3, 4, 5 വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ട്. ഒന്ന് രമേഷ് പിഷാരടിയാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്നത്. പലരും കരുതിയിരുന്നത് അവിടെ സന്ദീപ് വാര്യർക്ക് ആണ് കൂടുതൽ ചാൻസ് എന്നാണ്. പക്ഷേ ഷാഫി പറമ്പിൽ രമേഷ് പിഷാരടിയെ തന്നെ പിന്തുണച്ചതുകൊണ്ട് അവിടെ പിഷാരടി വന്നു എന്നാണ് കരുതുന്നത്. രണ്ടാമത് ഈ ചിറയിൻകീഴേക്ക് ആലത്തൂരിൻ്റെ MP ആയിരുന്ന രമ്യ ഹരിദാസ്, അവരെ അടൂർ പരിഗണിച്ചുവെന്ന് പറയുന്നു. അവിടെ CPIക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി, മികച്ച സ്ഥാനാർത്ഥിയായിട്ട് പ്രിജി ശ്രീധരനെ പ്രിജി കണ്ണനാക്കി മാമോദീസ മുക്കി ഇപ്പോൾ CPI അവിടെ ഇറക്കിയിട്ടുണ്ട്. അവർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവിടെ നിന്നും കൂടി മാറി കുറച്ചുകൂടി സേഫായിട്ട് ചിറയിൻകീഴ് എത്തുമ്പോൾ അത് പണ്ട് ഈ നമ്മുടെ ഈ പല തിരുവിതാംകൂറിൽ നിന്ന് MA കുട്ടപ്പനെയും അല്ലെങ്കിൽ പന്തളം സുധാകരനെയൊക്കെ തരൂർക്കും പാലക്കാട്ടേക്കുമൊക്കെ അയക്കുന്നതിന് ഒരു റിവേഴ്സായിട്ട് ഇപ്പോൾ അവിടുന്ന് പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് ചിറയൻകീഴേക്ക് ഒരാളെ അതും ആലത്തൂരിൻ്റെ MP ആയിരുന്ന 5 വർഷം MP ആയിരുന്ന ഒരാളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് ഇനി അവിടെയുള്ള പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ചിറയൻകീഴ് അവിടെ പല സാമുദായിക സമവാക്യങ്ങളുണ്ട്. അത് എന്തെങ്കിലും രീതിയിൽ പ്രശ്നമാകുമോ എന്നെനിക്കറിയില്ല. എന്തായാലും അതൊരു വിചിത്രമായ സ്ഥാനാർത്ഥിത്വമാണ്. പിന്നെ ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു ആപ്പ് ചോയ്സ് അല്ലെങ്കിൽ നല്ലൊരു ചോയ്സ് എന്ന് പറയാവുന്നത് തൃശ്ശൂർ രാജൻ പല്ലനാണ്. ഇപ്പോൾ പലർക്കും അത് അദ്ദേഹത്തെ അറിയില്ലായിരിക്കും. ഇപ്പം എൻ്റെ അമ്മ വീട് തൃശ്ശൂരായതുകൊണ്ട്
അദ്ദേഹം അവിടെ പലതവണ അദ്ദേഹം അവിടെ കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്നു, മേയറായിരുന്നു. അദ്ദേഹം അവിടെ ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ മറ്റ് പല സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് എന്ന് കരുതപ്പെടുന്ന പല സീറ്റുകളിലും പുതുമുഖങ്ങളും അല്ലെങ്കിൽ തീരെ പരിചിതരല്ലാത്തവരും ഒക്കെ അവിടെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കളായ അജയ് തറയിൽ അല്ലെങ്കിൽ അവിടെ മൂന്തപുരം മുൻ MP ആയിരുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, എങ്കിലും മുതിർന്ന നേതാക്കൾ അങ്ങനെ 1-2 പേരെയൊക്കെ തൃശ്ശൂർ, കയ്പമംഗലം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഇതുപോലെയുള്ള സീറ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ CC മുകുന്ദൻ വന്നില്ല, അതുപോട്ടെ നാട്ടിക റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യൻസിയാണ്. പക്ഷേ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇങ്ങനെയുള്ള നേതാക്കളെ, ഉദാഹരണത്തിന് ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്ത് നിന്ന് പറവൂര് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന് മത്സരിക്കുന്നുണ്ട്. അതുപോലെ എറണാകുളം ജില്ലയിലെ ധനപാലൻ, എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരാത്ത അദ്ദേഹമാണ്, KP ധനപാലൻ, അദ്ദേഹത്തെയും അജയ് തറയിലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ള സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കുന്നതിന് ഒരു ഘട്ടത്തിൽ ആലോചന നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് K ബാബു ഒക്കെ ആക്റ്റീവായിട്ട് ഇതുപോലെയുള്ള പേരുകൾ അന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി, ഇപ്പോൾ പല പുതുമുഖങ്ങൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളാണോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ പലരെയും നമുക്ക് ലോക്കൽ അവരുടെ എന്താ പറയുന്നത് പുതുമുഖ സ്ഥാനാർത്ഥികളായിരിക്കുന്നതുകൊണ്ടും പുറമെ അധികം അറിയപ്പെടാത്ത ആൾക്കാരായതുകൊണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആലത്തൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടികയിൽ പക്ഷേ സുനിൽ ലാലൂർ കഴിഞ്ഞ തവണയും മത്സരിച്ചയാളാണ്. പിന്നെ കയ്പമംഗലം, പുതുക്കാട്, ഈ സ്ഥലങ്ങളിൽ പുതിയ ആളുകളാണ്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, അത് പ്രതീക്ഷിച്ചാണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവയൊക്കെയാണ് വളരെ പുതുമുഖങ്ങൾ വന്നിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്. അതെ, ഞാൻ ഈ സീറ്റുകളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. OJ ജനീഷ് തന്നെ അദ്ദേഹത്തെ KSUവിൻ്റെ അധ്യക്ഷനാക്കി KC വേണുഗോപാൽ വാഴിച്ചതിന് ശേഷം ആണ് അദ്ദേഹത്തെ കൊടുങ്ങല്ലൂർക്ക് പരിഗണിക്കുന്നത്. കൊടുങ്ങല്ലൂർ, നാട്ടിക, കയ്പമംഗലം പോലെയുള്ള സീറ്റുകളൊക്കെ കോൺഗ്രസിന് വേണമെങ്കിൽ പിടിച്ചെടുക്കാവുന്ന സീറ്റുകളാണ്. കാരണം ഇപ്പോൾ P രാജീവ്, അദ്ദേഹം അന്നമനട എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് എറണാകുളത്തേക്ക് പറിച്ചു നട്ട ആളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്ത് നിന്ന് പറവൂർക്ക് മറ്റേ അഴീക്കോട് കടന്ന് ഇപ്പുറം മുനമ്പം കടന്ന് ഇപ്പുറത്തെത്തി മത്സരിക്കുന്നു. അതുപോലെയുള്ള പരീക്ഷണങ്ങൾ കോൺഗ്രസിന് എന്തുകൊണ്ടായിക്കൂടാ? അല്ലെങ്കിൽ പല ട്രിക്കുകൾ മിസ് ചെയ്തു എന്ന് പറയില്ലേ, അതുപോലെയുള്ള പല ട്രിക്കുകളും മിസ് ചെയ്തു എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പട്ടിക വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ രാജൻ പല്ലൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ പിഷാരടിയുടെ കാര്യമൊക്കെ 50-50ആണ്. 50% സാധ്യതയാണ് അദ്ദേഹത്തിനുള്ളൂ. കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ശക്തയായ മികച്ച സ്ഥാനാർത്ഥി പാലക്കാട് ഇറങ്ങുമ്പോൾ അവിടെ ലോക്കൽ ബന്ധങ്ങളുള്ള സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു എതിർ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ മൂത്താന്തറയിലും ഒക്കെ അവിടെ ഈ മൂത്താൻ സമുദായത്തിൻ്റെയൊക്കെ വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള അവിടെയൊക്കെ വലിയ മാറ്റം വരുമായിരുന്നു. സന്ദീപ് വാര്യരും പിഷാരടിയെ പോലെ തന്നെ ഒരു അമ്പലവാസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങളും രണ്ടുപേർക്കും ഒരേപോലെ അനുകൂലമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ പിഷാരടിയെ അനുകൂലിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. ശരി, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. രമേശ് പിഷാരടി പാലക്കാട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ പോവുകയാണ്. ശ്രീ വെമ്പായ നസീർ, എന്തായാലും കോൺഗ്രസിന്റെ പട്ടിക എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു വിരാമം ആയിരിക്കുകയാണ്. പലതവണയും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് ആദ്യം പട്ടിക പുറത്തിറക്കാറില്ല, അവർക്ക് കൂടിയാലോചനകൾ കൂടുതൽ വേണ്ടിവരും. പക്ഷേ ഇപ്പോൾ CPM നേരിടുന്നത് ആഭ്യന്തര കലഹങ്ങളാണ്. കണ്ണൂർ കലഹം ഇതുവരെ അടങ്ങിയിട്ടില്ല, അതടങ്ങാൻ പോകുന്നുമില്ല. ഇവിടെ നോക്കൂ, കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അവർ വൈകിയിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അവരിതുപോലെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഇന്ന് 55 പേരെയാണ് ഇന്നിപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ 55 പ്രഖ്യാപിച്ചതിൽ തർക്കമില്ല, നമ്മളത് ചർച്ച ചെയ്യേണ്ട. ബാക്കിയുള്ളതിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാണ് കേരള ഉറ്റുനോക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് തന്നെ ഇടതുപക്ഷം അന്ന് തന്നെ റോഡ് ഷോ നടത്തി. അതെല്ലാ ചാനലിലും മിക്ക ചാനലിലും കാണിച്ചതാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യ കൺവെൻഷൻ
ഇന്ന് ചിറയൻകീഴ് മണ്ഡലത്തിൽ CP ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുള്ള മനോജ് ഇടമനയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ഞാനിപ്പോൾ ഇങ്ങോട്ട് ഞാൻ വരുന്നത്. അപ്പോൾ നാളെ നെടുമങ്ങാട് മന്ത്രി GR അനിലിന് വേണ്ടി ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ദിവസം വിട്ടുവിട്ട് ഇങ്ങനെ കൺവെൻഷനും റാലിയും. ഇന്നിപ്പോൾ കഴക്കൂട്ടത്ത് ഒരു പരിപാടി ഞാൻ ഇങ്ങോട്ട് വരുന്നപ്പോൾ അവിടെ K മധു ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇടതുപക്ഷം സജ്ജരായി നമ്മൾ കളത്തിലിറങ്ങി നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തന രംഗത്താണ്. ഇതിൻ്റെ ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കോൺഗ്രസ്സുകാർ ഒരു സ്ഥലത്ത് ഒരു മതിലിൽ ഇന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കുക, ഇന്ന സ്ഥാനാർത്ഥിയാണ്, ഇന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കുക, കൈപ്പത്തി ചിഹ്നത്തിൽ എന്ന ഒരു പോസ്റ്റർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? എവിടെയാ? ഒരിടത്തുമില്ല. പക്ഷേ പോസ്റ്റർ ഇറക്കി അങ്ങനെ രമ്യ ഹരിദാസിനെ ഇവിടെ വേണ്ട, രമ്യ ഹരിദാസിന് ഞങ്ങൾക്ക് വേണ്ട എന്ന് പോസ്റ്റർ അവർ ഇറക്കി. BR ഷഫീറിനെ അങ്ങോട്ട് വേണ്ട, വാമനാപുരത്ത് ജനഗണ മംഗള രവിയെ നമുക്ക് വേണ്ട എന്നപ്പോ അങ്ങനത്തെ പോസ്റ്റർ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായി കേട്ടുകൾവില്ലാത്ത ഇപ്പോ പ്രശ്നങ്ങളാണ് ഇപ്പോ കോൺഗ്രസ്. കണ്ണൂരിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നത്? കളിപ്പറമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിക്കുന്നത്? സാർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും. അമ്പലപ്പുഴയിൽ എന്താണ് സാർ അതുപോലെയാണ്. അമ്പലപ്പുഴയിൽ എന്താണ് നടക്കുന്നത്? സാർ നിങ്ങൾക്ക് അമ്പലപ്പുഴയും കണ്ണൂരും ചൂണ്ടിക്കാണിച്ചു തരാം. പക്ഷെ ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോ ഈ 55 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ സമയം തന്നാൽ ഞാൻ ചൂണ്ടി പറഞ്ഞു തരാം. അരുവിക്കര പ്രശ്നമില്ല സാർ. ഈ പാലോട് രവി ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഗതി ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കറായിട്ടിരുന്ന പാലോട് രവി എൻ്റെ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം സത്യത്തിൽ നമുക്ക് സങ്കടം തോന്നുന്നു. പാലോട് അവിടെ വാമനാപുരത്ത് ഇവിടെ വേണ്ട എന്ന് പറയും. പാവപ്പെട്ട് അദ്ദേഹം കൂടും കൊടുക്കുക എല്ലാം കൂടെ പറക്കെടുത്ത് ഇവിടെ അരുവിക്കര പോവും. അരുവിക്കര പറഞ്ഞ മഷിയിട്ട് ഇങ്ങനെ പാലോട് വിജയിപ്പിക്കുക എന്ന് തുടങ്ങുമ്പോൾ ഇവിടെ വേണ്ടെന്ന് പറയും. അവിടുത്തെ കോൺഗ്രസ് ഇറങ്ങും. അതും കെട്ടിപ്പറക്കോട്ട് നെടുമങ്ങാട് പോകും. പണ്ട് മത്സരിച്ചെന്ന് പറയും. നെടുമങ്ങാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് മതിൽ തുടങ്ങുമ്പോൾ നമുക്കിവിടെ വേണ്ടേ എന്ന് പറയും. അങ്ങനെ ഇനി എനിക്ക് എവിടെ ഒരു ആശ്രയം, എന്നെ എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്തൂ, എന്നെ എവിടെയെങ്കിലും ഒന്ന് ആണിയടിച്ച് തളർത്തു എന്ന് മറ്റേ കല്യങ്കാട്ട് നീലി പറയും പോലെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്താൻ പാവപ്പെട്ട അദ്ദേഹം കിടന്ന് ഓടയാണ്. കാണാൻ നമുക്ക് സങ്കടം തോന്നും. ഇതാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. ഇതാണ് തകർച്ചയുടെ വക്കീലെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പാലോട് രവിയുടെ കാര്യം മാത്രമാണോ? ചാനൽ ചർച്ചയിൽ വന്ന് ഗർജിക്കുന്ന BR ഷഫീറായിട്ടുള്ള സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്. പുള്ളിക്ക് ഇതുവരെ ഒരേ സീറ്റും പുള്ളി ഉണ്ടെന്നും പറയുന്നു, മത്സരരംഗത്ത് ഇല്ല എന്നും പറയുന്നു. അതുപോലെ വർക്കല കഹാറ്, വർക്കല വികസന നായകൻ എന്നും പറഞ്ഞ് അവിടെ അദ്ദേഹം പ്രചരണം ഇറക്കി. BS അച്യുതാനന്ദൻ വന്നാൽ പോലും എന്നെ മത്സരിക്കാൻ കഴിയില്ല എന്ന് വീമ്പ് ഇളക്കിയ വർക്കല കഹാർ. MS വേണുഗോപാൽ, തിരുവനന്തപുരം ജില്ലയിലാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആകെ 3 സീറ്റിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. കോവളത്ത് M വിൻസെന്റ് സിറ്റിംഗ് MLA ആണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, അദ്ദേഹം പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചിറയൻകീഴിൽ തർക്കമുണ്ടായിരുന്നു, പക്ഷേ രമ്യ ഹരിദാസിനെ തന്നെ കൊണ്ടുവന്നു. പക്ഷേ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, വെമ്പായ നസീർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അരുവിക്കരയിൽ തർക്കം നടക്കുന്നു, വാമനപുരത്ത് തർക്കം നടക്കുന്നു, നെടുമങ്ങാട് തർക്കമുണ്ട്, കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയായിട്ടില്ല, പാറശാലയിലായിട്ടില്ല, നെയ്യാറ്റിൻകരയിലായിട്ടില്ല. അപ്പോൾ ഇത് കോൺഗ്രസിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കണ്ണൂരും അടൂരും കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം ജില്ലയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് ശക്തന്മാരുണ്ട്. ശക്തൻ നാടാർ മുതൽ കണ്ണൂരും കോന്നിയും കഴിഞ്ഞാൽ കണ്ണൂരും കോന്നിയും കഴിഞ്ഞാൽ ശക്തന്മാർ കൂടുതലുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശക്തൻ നാടാരിൽ തുടങ്ങുന്നു. അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന ശിവകുമാർ, അതുപോലെ തന്നെ പിന്നെ പാലോട് രവി, ഇങ്ങനെ തുടങ്ങി കോൺഗ്രസ്സിന് ഇപ്പോൾ വിൻസെന്റ് തന്നെ ഭാഗ്യത്തിന് കയറി പറ്റിയതാണെന്നാണ് പറയുന്നത്. വിൻസെന്റ് സീറ്റിലും വലിയ തർക്കങ്ങളായിരുന്നു. അത് വിൻസെന്റിന്റെ പേര് ലിസ്റ്റിലുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയാണ് ഇല്ലാത്തത്. പെരുമ്പാവൂർ ഇതുവരെ ഇല്ലാത്തത് എൽദോസ് കുന്നപ്പള്ളിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം K ബാബു പിന്നെ ആരോഗ്യ കാരണത്തിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു തൃപ്പൂണിത്തുറയിൽ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ 3 സിറ്റിംഗ് MLA മാർക്കേ സീറ്റില്ലാതെയുള്ളൂ. അതെ. അതുപോലെ തന്നെ അരുവിക്കരയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അരുവിക്കരയിലും ആര് മത്സരിക്കണമെന്നുള്ളത് തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരം സീറ്റ് പലരും ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ശിവകുമാർ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം അത് CP ജോണാണ് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സീറ്റിലേക്കല്ല, ഇനിയിപ്പോൾ അരുവിക്കരയിലേക്കായിരിക്കും തർക്കം കൂടുതൽ വരിക എന്നാണ് തോന്നുന്നത്. അരുവിക്കര ഏതാണ്ട് സാധ്യതയുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് നെടുമങ്ങാട് അല്ല, മറ്റൊരു സ്ഥലത്തും ആയിട്ടില്ല. അത് പ്രശ്നം നിലനിൽക്കുക തന്നെയാണ്. ആ നിലനിൽക്കുന്ന കാരണം എന്ന് പറയുന്നത്, പണ്ട് ഇപ്പോൾ മറ്റ് പാർട്ടികൾക്ക് പാർട്ടിയിൽ നിന്നാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതെങ്കിൽ
ഇവിടെ കനകോലുവിൻ്റെ ഏജൻസിയാണ് പാർട്ടികൾ നിശ്ചയിക്കുന്നത്, അതാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. അതാണ് വലിയ പ്രശ്നം. അത് നേരെ പിന്നെ ഹൈക്കമാൻഡിന് കൊടുക്കുന്നു, ഹൈക്കമാൻഡ് അവിടെ ഇരുന്ന് ടിക്കടിക്കുന്നു, അത് കുറേശ്ശെ ആയിട്ട് ഇറക്കുന്നു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കനകോലു ഒരു സർവേ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതുമുഖങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ മണ്ഡലത്തിൽ വലിയ ഹോൾഡുണ്ട് എന്ന പേരിലാണ് ഇപ്പോൾ ഈ OJ ജനീഷ് മുതൽ ങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് പിന്നെ അതൊരു നല്ല നീക്കമാണത്. അത് നല്ല നീക്കമാണ്. ഇടയ്ക്ക് ചില സ്ഥാനാർത്ഥികൾ നമുക്ക് പിടിയില്ല, ഉഷാ വിജയൻ മാനന്തവാടിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവിടെയുള്ളവർക്ക് സംശയമുണ്ട്. അത് പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന നേതാക്കൾ തന്നെയാണ് ഇവരെല്ലാം, പ്രാദേശിക നേതാക്കളാണ്. പക്ഷേ ഇവരിനിയിപ്പോൾ ഈ പിന്നെ ഒരു 20 ദിവസം കൊണ്ട് ഇവർക്ക് മണ്ഡലത്തിൽ മുഴുവൻ തൻ്റെ വ്യക്തിത്വം നിലനിർത്തി എതിർ സ്ഥാനാർത്ഥിയുമായിട്ട്, പ്രത്യേകിച്ച് മുൻ MLA-മാരുമൊക്കെ ആയിട്ട് മല്ലിട്ടുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ അത് കോൺഗ്രസ് വളരെ ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാകേണ്ടതായിരുന്നു. വരാനിരിക്കുന്നതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പിന്നെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഷുവർ സീറ്റുകളാണ്. 100-ൽ 100 കിട്ടുന്ന പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് രസം. ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് കാണേണ്ടത്, അത് ഇപ്പോൾ പ്രഖ്യാപിച്ചത് മുഴുവൻ ഷുവർ സീറ്റുകളല്ല. ഷുവർ സീറ്റുകളിൽ വൻ ഇടി നടക്കുകയാണ്. അത് ഹൈക്കമാൻഡിന് തന്നെ തലവേദനയായിട്ടിരിക്കുന്നു. അവിടേക്ക് ഇനിയിപ്പം ആരെയൊക്കെ ഇറക്കും? 5 സീറ്റ് പത്തനംതിട്ടയിലുണ്ട്, 5 സീറ്റ് ഇടുക്കിയിലുണ്ട്. ആ 10 സീറ്റും ഏതാണ്ട് ഷുവർ സീറ്റ് പോലെയാണെന്നാണ് കോൺഗ്രസിലെ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഷുവർ സീറ്റിലേക്കൊക്കെ ഇനി അടി കിടക്കാനിരിക്കുന്നേ ഉള്ളൂ. ആ അടിയൂടെ കഴിഞ്ഞിട്ടായിരിക്കും വിസ്മയം പൂർണ്ണമാകുന്നത്. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഘടകകക്ഷികൾ എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് 25 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2 സീറ്റ് എന്ന് പറയുന്നത് അവസാനം കോൺഗ്രസുമായിട്ട് വെച്ചുമാകാൻ തീരുമാനിച്ച സീറ്റുകളാണ്. അതിൽ കോങ്ങാട് സീറ്റ്, അത് നേരത്തെ മുസ്ലിം ലീഗ് മത്സരിച്ച സീറ്റാണ്, അത് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അതിൽ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. കെ തുളസിയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. പിന്നെ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് പുനലൂരാണ്. അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചതാണ്. പുനലൂർ വേണോ അതോ അതിന് പകരം ചടയമംഗലം വേണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു സീറ്റ് ലീഗ് പ്രഖ്യാപിക്കാതിരിക്കുന്നത്. പിന്നെ ഈ കോങ്ങാടിന് പകരം ചേലക്കര സീറ്റ് നൽകാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അതിലും ലീഗ് സ്ഥാനാർത്ഥി ആയിട്ടില്ല. പക്ഷേ മുസ്ലിം ലീഗ് 25 സീറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കേരള കോൺഗ്രസ് ജോസഫും അങ്ങനെ തന്നെയാണ്. UDF-ൽ അവർക്ക് 8 സീറ്റേ കിട്ടിയുള്ളൂ. ആ 8 സീറ്റിലും അവർ പ്രഖ്യാപിച്ചു. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുത്ത 2 സീറ്റുകൾ, ഇടുക്കിയും അതുപോലെ തന്നെ ഏറ്റുമാനൂരും, അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായിട്ടില്ല. ഇടുക്കിയിൽ തർക്കം തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, ഇത് എങ്ങനെ UDF-ൽ കോൺഗ്രസ് ആയാണല്ലോ കൂടുതൽ ഏകോപനത്തോടെ വരേണ്ടിയിരുന്നത്, പക്ഷേ ഘടകകക്ഷികളുടെ സീറ്റ് ഏറ്റെടുത്തിട്ട് പോലും അവിടെ സ്ഥാനാർത്ഥികളായിട്ടില്ല. നിശ്ചയമായിട്ടും ആ നിലയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് കോൺഗ്രസിൽ നിന്ന് വൈകുന്നത് ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കാരണം ഭരണകക്ഷി വളരെ ശക്തമാണ്, ഭരണമുന്നണി വളരെ ശക്തമാണ്, ഏകോപനം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ചിട്ടയായ പ്രവർത്തനം വഴി ഒരു കേഡർ സംവിധാനം പോലെ, എണ്ണയിട്ട യന്ത്രം പോലെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവെൻഷൻസും മീറ്റിംഗ്സും താഴെ തട്ട് മുതൽ നന്നായിട്ട് ഓരോ മേഖലയിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഏർലി ലീഡ് LDF കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ ഓർക്കുന്നത് 2001-ലും അതിനു മുമ്പ് 1991-ലും ഒക്കെ ഉള്ള തിരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഇടതുമുന്നണിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആദ്യമേ കാണും. പക്ഷേ അത് കഴിഞ്ഞ് പ്രവർത്തനം വന്ന് പ്രചാരണം ലഭിച്ച് ഒരു തരംഗമോ അങ്ങനെ എന്തെങ്കിലും സൃഷ്ടിച്ച് വരുമ്പോൾ ഗതി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമേ ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നതിന് നല്ലൊരു ഇമ്പ്രഷൻ കിട്ടാൻ അത് ഗുണം ചെയ്യും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇടുക്കിയിൽ താരതമ്യേന കോൺഗ്രസിന് ശക്തമാണ്. പക്ഷേ അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ 5 മണ്ഡലങ്ങളും ഇടതുമുന്നണി പിടിച്ചടക്കിയതാണ്. അതനുസരിച്ചുള്ള ഒരു ജാഗ്രത, അതിനുള്ളൊരു ചൂട്, അതനുസരിച്ചുള്ളൊരു തയ്യാറെടുപ്പ്, അതില്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പറയും സെൻസിറ്റിവിറ്റി, അത് കാണുന്നില്ല. ഇപ്പോഴും ആത്മവിശ്വാസം കൂടുതൽ കൊണ്ട് ഞങ്ങൾ അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ നിർത്തി അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്താണ് നോക്കുന്നത്? അതുവരെ അഭിപ്രായ വ്യത്യാസം, പിന്നെ അനൗൺസ് ചെയ്തതിന് ശേഷം അവസരങ്ങളുണ്ടായാൽ, ഇപ്പോൾ കണ്ണൂരിൻ്റെയും കോന്നിയുടെ കാര്യം ഉൾപ്പെടെ അവസരങ്ങളുണ്ടായാൽ അതും UDF-ന് ദോഷം ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വൈകുന്നത് UDF-ന് നല്ലതല്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ പുതുമുഖങ്ങളെ അവതരിപ്പിച്ച ഒരു
55 പേരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കണ്ടു. അതിൽ തീർച്ചയായിട്ടും 19 പേർ നേരത്തെ MLA-മാരായിരിക്കുന്നവരാണ്. 3 പേര് ഒഴിവാക്കിയതിൻ്റെ പശ്ചാത്തലവും പറഞ്ഞു. കുറച്ച് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെ. പക്ഷേ ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും വലിയ പ്രാധാന്യം കൊടുത്തോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല. ഒരു അടുത്ത ലിസ്റ്റിൽ ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും. ഇപ്പോൾ KSUവിൻ്റെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെ, കാരണം അങ്ങനെ പ്രവർത്തിച്ച അവസരം കൊടുത്താലേ അവർക്ക് പ്രവർത്തനത്തിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്നല്ല പറയുന്നത്, പോരാ, കുറവാണ് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ താരതമ്യേന CPM-ൽ DYFA ആണെങ്കിൽ SFA ആണ്, അതിൽ കൂടി വരുന്ന ആൾക്കാർക്ക് നേരത്തെ തന്നെ അസംബ്ലിയിലേക്ക് മത്സരിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള അവസരം. അപ്പോൾ അങ്ങനെയുള്ളൊരു മെഷീനറിയുടെ ഒരു തയ്യാറെടുപ്പ് അതിവിടെ കാണുന്നില്ല. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ചെറുപ്പക്കാരെ രംഗത്തിറക്കണം, സ്ത്രീകളെ രംഗത്തിറക്കണം. അതുവഴി കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പാലക്കാടും മറ്റും വേണ്ട രീതിയിൽ ക്ലിക്ക് ചെയ്യാത്ത ഒരാളാണ്. അത് പെട്ടെന്ന് സൗത്തിലേക്ക് വന്നു. അതെങ്ങനെ നാട്ടിലെ ലോക്കൽ ലീഡേഴ്സും പാർട്ടിയും എങ്ങനെ അത് തയ്യാറായിട്ട് കാണും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോഴേ അത് ഈ സ്ഥാനാർത്ഥിത്വം എത്ര വിജയകരമാണ് എന്നുള്ളത് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷേ പൊതുവിൽ നമുക്ക് കാണുമ്പോൾ ഈ സമയം വൈകുന്നു എന്നുള്ളത് UDF മനസ്സിലാക്കണം. ഇനി ബാക്കിയുള്ള ആൾക്കാരെ കൂടി നമുക്കറിയാമല്ലോ, 37 പേരെ കൂടിയുണ്ട്. ആ 37 പേരുടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലെങ്കിലും UDF കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുമോ, അതോ അവസരങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാകുമോ? കാരണം താരതമ്യം ചെയ്യുമ്പോൾ LDFൻ്റെ പ്രവർത്തനം വളരെ ചിട്ടയായിട്ട് പോകുന്നു. അതൊരു കൊണ്ടുവരുന്നൊരു ഇംപ്രഷൻ വളരെ പ്രധാനമാണ്. ആ ഇംപ്രഷൻ എയർലി ബേർഡ് എന്നുള്ള നിലയിൽ LDF എല്ലാ തവണയും കാണിക്കുന്ന പോലെ ഇത്തവണയും ആ സ്മാർട്ട്നെസ് കാണിച്ചു. UDF പഴയതുപോലെ ഞങ്ങൾ പതുക്കെ തീരുമാനിക്കുള്ളൂ, അവസാനം തീരുമാനിക്കുള്ളൂ. ഇത് പറയുമ്പോഴും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചത് വളരെ വളരെ കറക്റ്റായിട്ടും സ്മാർട്ടായിട്ടായിരുന്നു. അത് മുസ്ലിം ലീഗിന് അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം അവർക്ക് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ 25 പേരെ അവർ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു. കുറച്ചുകൂടി ഓർഗനൈസേഷണൽ മെഷീനറി UDFൽ മുസ്ലിം ലീഗിനാണ് എന്ന് വീണ്ടും തെളിയിച്ചു. ജോസഫ് ഗ്രൂപ്പിനെ ഞാൻ മുസ്ലിം ലീഗുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ചുകൂടി അച്ചടക്കവും കമാൻഡ്, യൂണിറ്റി ഓഫ് കമാൻഡും ഒക്കെ ഉള്ളത് ലീഗിന് തന്നെയാണ്. അപ്പോൾ ലീഗാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി UDFൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിൽ ഒരു തലമുറ മാറ്റം വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. PJ ജോസഫ് രംഗത്ത് നിന്ന് മാറുകയാണ്. 10 തവണ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് PJ ജോസഫ്. അദ്ദേഹം രംഗത്ത് നിന്ന് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണ്. പകരം മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ ജനവിധി തേടാൻ പോവുകയാണ്. പക്ഷേ 2 സീറ്റുകൾ പക്ഷേ അവർക്ക് അടിയറ വെക്കേണ്ടി വന്നു കോൺഗ്രസിന്. അത് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അണികളെ പിടിച്ചു നിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘടകമാണല്ലോ ഉള്ള സീറ്റുകൾ തിരികെ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷേ എനിക്കൊരു അഭിപ്രായമുള്ളത്, ഇത്തരം ചെറിയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് പിളർന്നു പോകുന്നൊരു സംവിധാനവും സ്വഭാവവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഫ്യൂച്ചറിൽ വല്ലാണ്ടങ്ങ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലീഗിൻ്റെ പോലത്തെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്കുകളൊന്നും ഇവർക്കില്ല. അങ്ങനെ നല്ലൊരു കാലം കേരള കോൺഗ്രസിനുണ്ടായിരുന്നതൊക്കെ ചിന്നിച്ചിതറി പല ഫാക്ഷൻസിലേക്ക് പോയപ്പോൾ അതിൻ്റെ ശക്തിയൊക്കെ ഒരുപാട് ദുർബലപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 8 സീറ്റേ കിട്ടിയുള്ളൂ എന്നുള്ളതിൽ വലിയ വ്യാകുലപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അത് അത്രയ്ക്ക് നല്ലൊരു പാർട്ടി മിഷനറി ആയിട്ടൊന്നും അത് പ്രവർത്തിച്ചിട്ടില്ല ലീഗിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മാത്രമല്ല പഴയ അവിഭക്ത കേരള കോൺഗ്രസിൻ്റെ ആ നല്ല കാലമൊക്കെ എന്നേ പോയി കഴിഞ്ഞു. ശരിയാണ്. ഇപ്പോൾ ഇടുക്കിയും ഏറ്റുമാനൂരും ആ 2 സീറ്റുകൾ കൂടി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 37 അല്ല, കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ 2 സീറ്റുകൾ അധികം വരികയാണല്ലോ. പിന്നെ അവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതായി വരില്ല. അതുപോലെ തന്നെ തളിപ്പറമ്പിലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വരില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ്. പയ്യന്നൂരിൽ RSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വി കുഞ്ഞികൃഷ്ണൻ. പക്ഷേ അപ്പോൾ മട്ടന്നൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടി വരും. അവിടെ RSPക്ക് ഉണ്ടാവുകയില്ല സീറ്റ്. പിന്നെ തിരുവനന്തപുരം സെൻട്രൽ CP ജോണിന് കൊടുക്കുകയാണ്, അവിടെയുമില്ല. പക്ഷേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇനിയുള്ള മണ്ഡലങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത് ഏതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? കണ്ണൂരും കോന്നിയുമുണ്ട്. കണ്ണൂരിൽ MP മത്സരിക്കേണ്ട എന്നാണെങ്കിൽ K സുധാകരൻ മാറി നിൽക്കേണ്ടി വരും. പകരം അദ്ദേഹം നിർദ്ദേശിക്കുന്നയാളെ മത്സരിപ്പിക്കേണ്ടി വരും. കോന്നിയിൽ അടൂർ പ്രകാശിൻ്റെ നോമിനി വരും. പക്ഷേ തിരുവനന്തപുരം ജില്ല ഒരു കീറാമുട്ടിയായി വന്നിരിക്കുകയാണല്ലോ. നേതാക്കളുടെ ബാഹുല്യമാണിവിടെ. VS ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിൽക്കുകയാണ് നിരന്ന്.
അല്ല, ഈ VS ശിവകുമാറിനെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ചോയ്സ് ഓഫ് സീറ്റ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ CP ജോണിനെ ആ സീറ്റിലേക്ക് നിർത്താൻ വേണ്ടി VD സതീശൻ വാക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്കിൻ്റെ പുറത്ത് VD സതീശൻ്റെ അതുപോലെ തന്നെ സീനിയോറിറ്റിയുള്ള 2011 സതീശന് കിട്ടാവുന്ന മന്ത്രിസ്ഥാനം വാങ്ങിച്ചെടുത്ത ശിവകുമാർ ഒരേ സീനിയോറിറ്റിയുള്ള നേതാക്കളാണ്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ വെറുതെ വെട്ടിമാറ്റുക, പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണങ്ങൾ അഴിച്ചുവിടുക, അതായത് അദ്ദേഹം BJPയുമായിട്ട് ഡീല് നടത്തുന്ന ആളാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടുന്ന ആൾക്കാർ കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ അതെല്ലാം കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ പുറത്തു നിന്നല്ല. പിന്നെ അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ സീറ്റിന് പകരം അദ്ദേഹം ചോദിക്കുന്ന ഒരു സീറ്റ് തിരുവനന്തപുരത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അരുവിക്കരയാണ് വേണ്ടതെങ്കിൽ, അദ്ദേഹം പാറശാലക്കാരനാണ്, പക്ഷേ അദ്ദേഹം അരുവിക്കരയാണ് ചോദിക്കുന്നതെങ്കിൽ ആ സീറ്റ് അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ KS ശബരിനാഥൻ ഇപ്പോൾ ഈ മേയർ സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ച് കോർപ്പറേഷനിൽ ഇപ്പോൾ കൗൺസിലറായിട്ട് ഇരിക്കുകയാണ് കവടിയാറിൽ. അടുത്ത തവണ ലോക്സഭയിലേക്ക് തരൂർ മത്സരിച്ചില്ലെങ്കിൽ 2029 രാജീവ് ചന്ദ്രശേഖറിനെതിരെ മത്സരിക്കാൻ ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ പറയുന്ന പേര് ശബരിനാഥനാണ്. അങ്ങനെ ശബരിനാഥനാണെങ്കിൽ ശബരിനാഥൻ ധൈര്യമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് നേരിടണം. ഇപ്പോൾ അദ്ദേഹം ചന്ദ്രശേഖരനോട് തോറ്റാലും ജയിച്ചാലും അതൊരു എന്താ പറയുന്നത്, ഒരു സെമി ഫൈനലായിരിക്കും. നേമത്ത് ശിവൻകുട്ടി ജയിക്കില്ല എന്ന അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ശബരിനാഥന് നേമത്ത് ജയിക്കാൻ പറ്റും. കാരണം അവിടെ ഈ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. അവിടെ 2 മജോറിറ്റി ഹിന്ദു വോട്ടുകളാണ്. ശബരിനാഥന് ആൾക്കാരോട് ഇടപഴകാൻ നല്ല കഴിവുള്ള ആളാണ്, നല്ല സംസാരിക്കാൻ നന്നായിട്ട് പറ്റുന്ന ആളാണ്. രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരു അഹങ്കാരിയോ ഒരു മലയാളം പറയാൻ അറിയാത്ത ഒരാളോ അല്ല, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനോ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ശബരിനാഥനുണ്ട്. അപ്പോൾ ശബരിനാഥന് ഇനിയിപ്പോൾ ഭാവിയിൽ പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിക്കാൻ ഉള്ള തയ്യാറെടുപ്പെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ നേമം സീറ്റ് മത്സരിക്കാവുന്നതാണ്. അദ്ദേഹത്തോട് കുറേ നാൾ മുമ്പ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം അത് അന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അരുവിക്കരയിൽ മത്സരിക്കാൻ താല്പര്യമില്ല, കാരണം അവിടെ ഈ നാടാർ പൊളിറ്റിക്സ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ അങ്ങനെയുള്ള പല ഈ ഇക്വേഷൻസ് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഒത്തിരി ഭൈമി കാമുകന്മാരുണ്ടെങ്കിലും കുറച്ച് സീറ്റുകളേ ഉള്ളൂ. ഈ പാലോട് രവിയും വർക്കല കഹാറും ഒക്കെ വീണ്ടും ലിസ്റ്റിൽ വരുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞ ദിവസം ശാശ്വതീകാനന്ദ ഒരു സാധ്യത ഇപ്പോഴും കാണുന്നുണ്ടല്ലേ? സാധ്യത ഇപ്പോഴും കാണുന്നുണ്ട്. അല്ല, ഈ കഴിഞ്ഞ ദിവസം ശിവഗിരി മഠത്തിൽ ശാശ്വതീകാനന്ദ സ്വാമികൾ ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ മോഹൻ ഗോപാലും ഒക്കെ കൂടി അദ്ദേഹത്തെ വിളിച്ച് പരിപാടിയൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹത്തോട് വർക്കലയിൽ ഒരു ഇഴവ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വർക്കല കഹാറിൻ്റെയൊക്കെ പേര് ചാനലുകളിൽ വരുന്നത്. അത് ചാനലുകൾ കൃത്യമായിട്ട് കൊടുത്തതാണോ, സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണോ, അല്ലെങ്കിൽ വർക്കല കഹാർ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് സ്വയം പറഞ്ഞ ചാനലിൽ വാർത്ത വരുത്തിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഈ വർക്കല സീറ്റിൽ ഇപ്പോഴും CPM അവിടെ V ജോയിയെ നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസ്സുകാർ, അവർക്ക് ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം അയാൾ ഇതിനു മുമ്പ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, അതിനുശേഷം ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ഈ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. ഇതിനെല്ലാം V ജോയി ആണോ എന്ന് അവിടെ CPMകാർ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വർക്കല സീറ്റിൽ V ജോയിയെ നിർത്താൻ CPM തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ചേതവികാരം എന്താണെന്ന് തിരുവനന്തപുരത്തെ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാരൊന്ന് ആലോചിച്ച് നോക്കട്ടെ. പത്രസമ്മേളനം നടത്തി എന്ന് അവർ ആലോചിച്ച് നോക്കട്ടെ. പട്ടിക പരിശോധിച്ചാൽ ഇപ്പോൾ ഐഷ പോറ്റിക്ക് സീറ്റുണ്ട്. CPMൽ നിന്ന് വന്ന ഐഷ പോറ്റിയെ കൊട്ടാരക്കരയിൽ പരിഗണിച്ചിട്ടുണ്ട്. BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യരെ ഈ പട്ടികയിൽ കാണുന്നില്ല. മലപ്പുറത്ത് 4 സീറ്റുകളും കോൺഗ്രസ് മത്സരിക്കുന്ന 4 സീറ്റുകളിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. വണ്ടൂരിലും തവനൂരിലും പൊന്നാനിയിലും ആയിട്ടുണ്ട്, നിലമ്പൂരിലും ആയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്താണ് വീണ്ടും ജനവിധി തേടുന്നത്. പക്ഷേ പാലക്കാട് എല്ലാ സീറ്റുകളിലേക്കും ആയിട്ടില്ല. മിക്കവാറും ഷൊർണൂരിലേക്ക് സന്ദീപ് വാര്യരെ പരിഗണിക്കാൻ സാധ്യത കാണുന്നുണ്ട് അല്ലേ? ഷൊർണൂരാണ് അദ്ദേഹം ഇതിനു മുൻപ് BJPയിൽ നിന്നപ്പോൾ മത്സരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ.
അദ്ദേഹം ഷൊർണൂർ പറ്റിയൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഒറ്റപ്പാലത്തിന് ശശിയാണെങ്കിൽ ഷൊർണൂർ സന്ദീപ് വാര്യരായിരിക്കാം. പക്ഷേ ഞാൻ നോക്കുന്നത് ഈ തിരുവമ്പാടി സീറ്റ് കഴിഞ്ഞ തവണ തന്നെ ഒരു കീറാമുട്ടിയായിരുന്നു. ഇപ്പോൾ മലപ്പുറം സീറ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് ലീഗിന് പകരം ഒരു സീറ്റ്, അത് പട്ടാമ്പി അല്ലെങ്കിൽ തവനൂർ വലിയ പ്രശ്നമുണ്ടായപ്പോൾ പട്ടാമ്പിയിലാണെങ്കിൽ അവിടെ പഴയ MLA ആയിട്ടുള്ള CP മുഹമ്മദും ഒക്കെ കൂടി അവിടെ വലിയ പ്രശ്നമുണ്ടാക്കുകയും അദ്ദേഹം പിന്നെ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നൊക്കെ ഭീഷണി മുഴക്കുകയൊക്കെ നടത്തിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാത്തത് കൊണ്ട് കോൺഗ്രസ്സിന് അവിടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ ഈ കമ്മ്യൂണൽ ഇക്വേഷൻ കോൺഗ്രസ് എല്ലായിടത്തും പാലിക്കുന്നതിൽ ഇത്തവണയും പരാജയപ്പെടുന്നു. ഇപ്പോൾ വർക്കലയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ സീറ്റ് അവിടെ ആരാണ് നിർത്തുന്നതെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഈ തിരുവമ്പാടിയിൽ ഇപ്പോൾ തന്നെ ലീഗ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. അവിടെ ലിൻഡോ കഴിഞ്ഞ തവണ ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാമുദായിക ഇക്വേഷൻ കോൺഗ്രസിന് പാലിക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ലീഗ് കഴിഞ്ഞ തവണ 27 സീറ്റിൽ മത്സരിച്ചു. അതിൽ ഒരാൾ കോൺഗ്രസിൻ്റെ ദിനേശ് പെരുമണ്ണ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് കുന്നമംഗലത്ത് ലീഗിൻ്റെ കോണിച്ചിഹ്നത്തിൽ മത്സരിച്ചത്. അതുപോലെ 2016 അവർ 24 സീറ്റിലാണ് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 3 സീറ്റ് കൂടുതൽ കിട്ടി. അതിൽ ഒരാൾ പാർട്ടി ചിഹ്നത്തിലും 2 പേര് സ്വതന്ത്രരായിട്ടുമാണ് മത്സരിച്ചത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കഴിഞ്ഞ തവണ പോയതിൽ കോൺഗ്രസും ലീഗും കൂടി അത് വീതം വെച്ചെടുത്തതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഇത്തവണ ഇപ്പോൾ CPM സ്വതന്ത്രന്മാരെ ഇപ്പോൾ G സുധാകരൻ അമ്പലപ്പുഴയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തളിപ്പറമ്പിൽ ഇദ്ദേഹം ഗോവിന്ദൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം പയ്യന്നൂർ, ഇങ്ങനെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ ലീഗിൻ്റെ കയ്യിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് 2 സീറ്റ് പിടിച്ചെടുത്തതുപോലെ ഒരു സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റാത്തത്? കോൺഗ്രസ് ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ ലീഗിൻ്റെ മുൻപിൽ ലീഗിൻ്റെ വാശിക്കെല്ലാം നിന്ന് കൊടുക്കുന്നത്? അവർ തിരുവമ്പാടി സീറ്റ് പോലും കൊടുക്കാതെ, ആ സീറ്റ് പോലും നേടിയെടുക്കാൻ പറ്റാതെ എന്ത് സോഷ്യൽ എഞ്ചിനീയറിങ്ങും എന്ത് ബാർഗനിങ്ങും എന്ത് ഡീലിങ്ങുമാണ് ഈ സതീശനൊക്കെ ഇവരുടെയൊക്കെ സമ്മേളനങ്ങളിൽ പോയി പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്താണ് ഇതുപോലും ചെയ്യാൻ പറ്റാത്തത്? ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള സാമുദായിക ഇക്വേഷൻ പാലിക്കാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് പറ്റാത്തത് എന്നുള്ളത് വളരെ വിചിത്രമായി എനിക്ക് തോന്നുന്നു. ശരി, ശ്രീ വെമ്പായൻ നസീർ, ഇവിടെ പട്ടിക നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CPM ഇപ്പോൾ TK ഗോവിന്ദൻ CPM കാരനായിരുന്നു, കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് തളിപ്പറമ്പിൽ. അതുപോലെ നാട്ടികയിൽ നോക്കുമ്പോൾ CC മുകുന്ദൻ CPI MLA ആയിരുന്നു, അവിടെ BJP ടിക്കറ്റിൽ. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ CPM ആയിരുന്നു, ഇപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ അവർ ഉറപ്പിച്ചിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ മത്സരിക്കുവാൻ. അപ്പോൾ CPM-നാണ് ഇതിൽ നഷ്ടമുണ്ടാകുന്നത്. ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം CPM-നും CPI-ക്കും ഇടതുപക്ഷത്തിനാണ്. നോക്കൂ, ഇടതുപക്ഷത്തിന് യാതൊരുവിധ നഷ്ടവുമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലുള്ള ചരിത്രം ഇടതുപക്ഷം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഏതെങ്കിലും 1, 2, 3 പേരൊക്കെ ഇതുപോലെയൊക്കെ അങ്ങ് പുറത്തു പോകും. അത് EMS-ൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 26 തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ കോൺഗ്രസ്സിൽ പോയിട്ടുണ്ട്, കോൺഗ്രസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലെ അധികാരമോഹികൾ ഇതുപോലെയൊക്കെ അങ്ങ് പോകും. പക്ഷേ ഇടതുപക്ഷത്തിന് അങ്ങനെ വലിയ ഒരു നഷ്ടമൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഇവർക്ക് പിന്തുണ കൊടുക്കാമെന്നാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ G സുധാകരനും അതുപോലെ TK ഗോവിന്ദനും കൊടുക്കുമെന്ന് പറയാനുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന വേസ്റ്റുകളെയൊക്കെ ചുമക്കുന്ന ഒരു സെപ്റ്റി ടാങ്കായി കോൺഗ്രസ് പാർട്ടി മാറിയോ എന്ന് ഞാൻ ചോദിക്കുന്നതല്ല, രാഷ്ട്രീയ വിദഗ്ധരൊക്കെ ചോദിക്കുന്ന കാര്യം. പക്ഷെ അവർ പ്രത്യയശാസ്ത്രത്തെ എതിർത്തുകൊണ്ട് പോകുന്നവരല്ല, അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിച്ച് പുറത്തു പോകുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ജനമനസ്സുകളിൽ സ്ഥാനവും കിട്ടാൻ പോകുന്നത്. പക്ഷേ എന്ത് അഴിമതിയാണ്? ഏതെങ്കിലും ഒരു അഴിമതി ഈ TK ഗോവിന്ദൻ ഉന്നയിച്ച ഫണ്ട് തട്ടിപ്പ്, V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഫണ്ട് തട്ടിപ്പ്. ഒരു മിനിറ്റ്, ഈ 10 വർഷത്തിനിടയിൽ 40 മന്ത്രിമാർ നമ്മളെ കേരളത്തിലുണ്ട്. ഈ 10 വർഷത്തിനിടയിൽ 40 മന്ത്രിമാർ. ഈ 40 മന്ത്രിമാർ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ ഒരു അഴിമതി നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ? ഏതെങ്കിലും ഒരു മന്ത്രി കേസിൽ പ്രതിയായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ പോലീസ് അന്വേഷണമോ ക്രൈം ബ്രാഞ്ചോ CBI-യോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഏതെങ്കിലും ഒരു അന്വേഷണ പേര് ഏതെങ്കിലും മന്ത്രി പ്രതിയായിട്ടുണ്ടോ? കോടതിയിൽ കയറിയിട്ടുണ്ടോ? 40 മന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഈ 10 വർഷത്തിനിടയിൽ. ഏതെങ്കിലും ഒരു മന്ത്രി അഴിമതി കേസിൽ പെട്ടു, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ കോടതി കേസ് നടന്നു.
പിന്നെ എന്തിനാണ് ഈ വെറുതെ സംഘപരിവാർ പടച്ചുവിടുന്ന ചില വാർത്തകളൊക്കെ നമ്മളൊക്കെ ഏറ്റെടുക്കുന്നത്? പിന്നെ ചില പോരായ്മകളെ കൊണ്ടായിട്ട് ചില ആശുപത്രിയിലും ചില പ്രശ്നങ്ങളെ കൊണ്ടാ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നാടിന്റെ ഇല്ലെന്ന് പറയുന്നില്ല. അതിപ്പോ ആര് ഭരിച്ചാലും ആശുപത്രിയിൽ ചില പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇപ്പൊ നാടിന്റെ വികസനം ഒന്ന് നോക്കണം. റോഡുകള്, പാലങ്ങൾ, പഴയ ഹോസ്പിറ്റൽ, ഇപ്പൊ കുട്ടിയൊക്കെ ഭക്ഷിക്കാൻ കൊടുക്കുന്നത് പഴയ പോലെ ചോളവും ഉപ്പുമാവും അതൊന്നും അല്ല. നമ്മൾ ആശുപത്രികളുടെ കാര്യം ദയവായിട്ട് താങ്കൾ പറയുന്നത് ഇതിപ്പോ ബിരിയാണിയാണ്. ഒരു കൊച്ചു മോൻ ഇതുപോലെ ബിരിയാണി ശൃംഖു എന്ന് പറഞ്ഞപ്പോ ഉടനെ മന്ത്രി ഇടപെട്ട് ബിരിയാണി എല്ലാം അംഗൻവാടിയൊക്കെ നോക്കണം. അംഗീകരിക്കാൻ മടി. ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇത്രയും വികസനം ചെയ്താലും ഞാൻ പറയും, UDF ചെയ്താലും ഞാൻ പറയും വികസനം എന്ന് പറയും. നമ്മളെ നാട് മാറണം, അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു അഴിമതിയിൽ പോലും ഈ പറഞ്ഞ 10 വർഷത്തെ മന്ത്രിമാർ പ്രതിയായിട്ടില്ല. അവർക്ക് കേസിന് വേണ്ടി ഒരു വക്കീലിനെ അവർ സമീപിച്ചിട്ടില്ല. ഒരു കേന്ദ്ര ഏജൻസി പോലും ഇന്ന മന്ത്രി അഴിമതിക്കാരനാണ്, ഇന്ന മന്ത്രിയെ സംശയിക്കുന്നു പറഞ്ഞിട്ടില്ല. അതെന്താ പറയാ? അതൊന്നും രാഷ്ട്രീയ നിരീക്ഷണം അതൊന്നും പറയില്ല. പക്ഷേ ലെൻസ് വെച്ചുകൊണ്ട് നടക്കും. എന്തെങ്കിലും ചെറിയൊരു കുറ്റം ഉണ്ടെങ്കിൽ ആശുപത്രി നോക്കിക്കൊണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറയും. നാടിപ്പോൾ നിങ്ങൾ കണ്ണ് കാണുന്നില്ലേ? ഇപ്പം നാട്ടിലിറങ്ങി നോക്കൂ, നാട്ടിൽ വികസനങ്ങൾ നോക്കൂ. എത്ര ഉദ്ഘാടനം എന്ന് പറയുന്നത്, റോഡുകൾ, പാലങ്ങൾ, അതുപോലെ ഹോസ്പിറ്റൽ, അതുപോലെ ആശുപത്രി, അങ്കണവാടി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ കൂടുതലും വരുന്നത് ശത്രുപക്ഷത്ത് നിന്നല്ല, സ്വന്തം പക്ഷത്ത് നിന്ന്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിലെ അധികാരമോഹം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. G. സുധാകരനൊക്കെ അധികാരമോഹിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അത് പൊതുസമൂഹം അംഗീകരിക്കുകയില്ല. ശ്രീ MS വേണുഗോപാൽ, ഇപ്പോഴത്തെ ഈ അഡ്വാൻറ്റേജ് മുതലെടുക്കുവാൻ UDF-ന് കഴിയുമോ, LDF-ന് കഴിയുമോ ഇല്ലയോ? അതായത് UDF-ലെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ തർക്കമാണ് ഞാൻ പറഞ്ഞത്, അത് മുതലെടുക്കുവാൻ കഴിയുമോ LDF-നെന്നാണ്. കോൺഗ്രസിലെ തർക്കം എപ്പോഴും ചക്കളത്തി പോര് വരെ നടത്താറുള്ളതാണ്. അത് നാളത്തെ കൊണ്ട് അവസാനിക്കും. എന്തായാലും സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് നാളത്തെ കൊണ്ട് ഏതാണ്ട് അവസാനിക്കും. പിന്നെ 1-2 സ്ഥലങ്ങളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നീണ്ടു നിന്നേക്കാം. പക്ഷെ അതൊന്നും നേരിട്ടുള്ള മത്സരം വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ CPM-ൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. CPM-ൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പിന്നെ പ്രതിപക്ഷത്തേക്ക് പോയിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഐഷ പോറ്റി മുതൽ G. സുധാകരനായാലും സുരേഷാണ് അതിലൽപ്പം പുറകോട്ട് നിൽക്കുന്ന ആളെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണൻ്റെ കാര്യത്തിലായാലും കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിലായാലും KT ഗോവിന്ദൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്ന ചില കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ പലരും പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തു പോയവരൊക്കെ പാർട്ടിക്ക് അനഭിഹിതരായിരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഉള്ളിലുള്ളവരെങ്കിലും അത് അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാർ, ഗൗരിയമ്മ പാർട്ടിക്കൊപ്പം നടന്ന് പാർട്ടിയെ വളർത്തി, ഗൗരിയമ്മ പാർട്ടി പുറത്തു പോയിട്ട് പാർട്ടികൾ ക്ഷീണവും സംഭവിച്ചില്ല. അതുപോലെ രാഘവൻ, അതുപോലെ എത്ര തന്നെ പിന്നെയാണ് നിങ്ങൾ പറഞ്ഞ TK ഗോവിന്ദനും അതുപോലെ പിന്നെ ഇപ്പൊ പറഞ്ഞ നേതാക്കളൊക്കെ, അത് പാർട്ടിക്ക് ഒന്നും സംഭവം അത് എക്കാലത്തും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പഴശ്ശിയുടെ യുദ്ധം കമ്പനിപ്പട കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ബാക്കി ഇതെപ്പോഴും പാർട്ടി പറയുന്നതാണ്. പുറത്തു പോകുന്നപ്പോ നമുക്ക് കാണാം പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്ന് പറയുന്നത് അത് പതിവാണ്. പ്രഖ്യാപിക്കട്ടെ, ബാക്കി നമുക്ക് അറിയാം. എനിക്ക് മറുപടി പറയാം. 1986-ൽ MV രാഘവൻ പറഞ്ഞതാണ്, ഇപ്പം നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം. ഇപ്പം നിങ്ങൾ പുറത്താക്കുമ്പോൾ കുലംകുത്തിയെന്നോ അല്ലെങ്കിൽ ഒറ്റുകാരനെന്നോ കോടാലിക്കൈയെന്നോ എന്ത് വേണോ വിളിച്ചോ, പക്ഷേ പാർട്ടിക്കകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊതുജനം അറിയുന്ന ദിവസം പാർട്ടിക്ക് വലിയ ഭീഷണി ഉണ്ടാകും, പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടാകും. അത് കുറേശ്ശെയായിട്ട് ഓരോ ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പാർട്ടിയിൽ ഇപ്പോൾ ഗൗരിയമ്മയെ വീണ്ടും പാർട്ടി തിരിച്ചെടുത്തത് എന്തുകൊണ്ടാണ്? MV രാഘവനെ വീണ്ടും പാർട്ടി തിരിച്ചു കൊണ്ടുവന്നത് എന്താണ്? അവരൊക്കെ അഴിമതിക്കാരും കുഴപ്പക്കാരും ആയതുകൊണ്ടാണോ? അപ്പം അവർക്ക് ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത്, അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായം പറയാൻ കഴിയുന്ന കാലത്ത് അവർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എതിർത്തിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ വാദം. അതുതന്നെയാണ് ഇപ്പോൾ KT ഗോവിന്ദൻ മാഷിൻ്റെ ഒക്കെ അഭിപ്രായം. അവിടെ ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായി നിലനിന്നില്ല. അവിടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിനകത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ, അത് കഴിഞ്ഞിട്ട് DC-യിൽ, അത് കഴിഞ്ഞിട്ട് നിയമസഭാ കമ്മിറ്റികളിൽ, മണ്ഡലം കമ്മിറ്റികളിലൊക്കെ തന്നെ ഈ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തുകൊണ്ടാണ് ഭൂരിഭാഗം സഖാക്കൾ നിന്നത് എന്നുള്ളതാണ്. പിന്നെ പാർട്ടിക്ക് ഉരുക്ക് ചട്ടയുണ്ട്. ആ ഉരുക്ക് ചട്ട വെച്ചിട്ട് കുറേ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നതെന്നുള്ളതാണ് PK ഗോവിന്ദൻ മാഷിൻ്റെ അഭിപ്രായം. ഇതുപോലെ തന്നെയാണ് ശ്രീ കുഞ്ഞിക്കണ്ണനും പറയുന്നത്. കുഞ്ഞിക്കണ്ണൻ പറയുന്നത് പാർട്ടി രക്തസാക്ഷി ഫണ്ട് ഓഡിറ്റ് നടത്താത്ത സാഹചര്യം,
ആ സാഹചര്യം ഉൾപ്പെടെയുള്ളവർ അതിനകത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ പാർട്ടി കമ്മിറ്റികളിൽ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ തിക്താനുഭവം. അപ്പോൾ ശരിയെ പലപ്പോഴും അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല തെറ്റിനെ ഉയർത്തി കാണിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു എന്നുള്ളതും അവിടെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പരാതിയാണ്. ഇത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇപ്പോൾ എം വി രാഘവൻ്റേത് ഒരു കേസായിട്ട് വന്നു, പിന്നീട് 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ഗൗരിയമ്മയുടേത് 3-4 വർഷം കഴിഞ്ഞിട്ട് വന്നു. അതുപോലെ അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥി ലിസ്റ്റ് കേൾക്കട്ടെ, അതല്ല, പാർട്ടി സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും പാർട്ടി സ്ഥാനാർത്ഥി ലിസ്റ്റിലെ ഏതാണ്ട് പൂർണ്ണമായി എല്ലാവരും അംഗീകരിച്ചു എന്നുള്ള മട്ടിൽ വൻ പ്രചരണങ്ങളുമായിട്ട് ഇലക്ഷൻ അനൗൺസ്മെൻറ്റ് വന്ന ഉടനെ ഏതാണ്ട് 100ഓളം മണ്ഡലങ്ങളിൽ വലിയ പ്രചരണവുമായിട്ട് നിൽക്കുകയും ചെയ്തപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷ എന്താണ്? ഇത് പാർട്ടി ഒരു വലിയ ആഘോഷമായി വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ്. പക്ഷേ അതിനോട് തൊട്ട് തന്നെ നടന്നത് പാർട്ടിക്ക് ഒട്ടും ഭൂഷണമല്ലാത്തതാണ്. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇത് ശരിയാണല്ലോ. ഇതൊരു ആര് പോയാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഇതൊരു പ്രതിച്ഛായ നഷ്ടം തന്നെയല്ലേ? അണികളെ അസംതൃപ്തിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമോ CPM-ന്? അത്രമാത്രം അസംതൃപ്തി അണികൾക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? ഇത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഡോക്ടർ ജി ഗോപകുമാർ, കണ്ണൂർ മുതൽ ഏതാണ്ട് കൊട്ടാരക്കര വരെ വന്ന് നിൽക്കുന്ന തെക്ക് വടക്ക് നിൽക്കുന്ന ഈ പ്രതിഭാസം വളരെ വലുതാണ്. BJP-യിൽ പോയത് ഇതൊന്നും നിസ്സാരമായി കാണാം. ഒരു സിറ്റിംഗ് MLA ആയിരുന്ന ആളാണ് ആ മണ്ഡലത്തിൽ ഇപ്പോൾ BJP-യിലേക്ക് അങ്ങനെ പോകുന്നത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല CPM എന്ന്. ഉമ്മൻചാണ്ടിയുടെ മരുമ NDA സ്ഥാനാർത്ഥിയാണ്. ഇപ്പൊ ഉച്ചയ്ക്കുന്ന വാർത്ത അതെന്താ സാറ് പറയാത്ത എന്താ? അതൊക്കെ തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ CPM-ൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലയിലെ മുതിർന്ന നേതാവ്, അദ്ദേഹം പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പാർട്ടിയിലെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അണികളിൽ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അതുപോലെ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. പാർട്ടി എല്ലാം പരിശോധിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കണ്ണൂർ ജില്ലയിലെ 1-2 മണ്ഡലത്തിൽ ഒതുങ്ങുന്നതല്ല, അത് സംസ്ഥാന വ്യാപകമായിട്ട് പാർട്ടി അണികളിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നില്ലേ എന്നുള്ളതാണ്. ഡോക്ടർ ജി ഗോപകുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഇടയ്ക്ക് കയറി പറഞ്ഞ ചർച്ച ഒരിടവും എത്തത്തില്ല. മിനിമം സമയം തന്നാൽ മതി, പക്ഷേ ഇടയ്ക്ക് പറയല്ലേ. തീർച്ചയായിട്ടും മൂല്യച്യുതി പാർട്ടിക്കകത്തുണ്ടായിട്ടുണ്ട്. ആ പാർട്ടിക്കകത്ത് മൂല്യച്യുതി ഉണ്ടായത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം ഭരിച്ചതിനിടയിൽ മുതലാളിത്ത അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനം വളരെ വ്യക്തമായി കണ്ട ഒത്തിരി സംഭവങ്ങൾ CPM-നും CPI-ലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആത്മാർത്ഥമായി പാർട്ടി പ്രവർത്തിച്ച ചില കേഡർമാർ അതിനെതിരെ പുറത്തു വരുമ്പോൾ അത് പാർലമെൻ്ററി വ്യാമോഹം കൊണ്ടാണ് വരുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, കുടുംബ പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിൽ ബന്ധുക്കളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുമ്പോൾ അവ സാധാരണഗതിയിലുള്ള മറ്റേതെങ്കിലും പാർട്ടിയെ പോലെ കേഡർ പാർട്ടികൾ മാറിപ്പോകുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നാൽ അതിനെതിരെ പൊതുമണ്ഡലത്തിൽ വിമർശനം വരുന്നത് ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും 10 കൊല്ലം ഭരിച്ചത് കേരളത്തിലെ ഒരു വലിയ ചരിത്രമാണ്, അതിന് യാതൊരു തർക്കവുമില്ല. എന്നും ഈ ഇടതുപക്ഷ ഗവൺമെൻറ് 10 കൊല്ലം ഭരിച്ചത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി വയ്ക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. അതിനു മുമ്പ് ആരും 10 കൊല്ലം ഭരിച്ചിട്ടില്ല, ഇനി അങ്ങനെ പറ്റുമെന്നും തോന്നുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഈ 10 വർഷത്തിനിടയ്ക്കുണ്ടായിട്ടുള്ള വലതുപക്ഷ വ്യതിയാനം, കോർപ്പറേറ്റിസം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് പൊതുമണ്ഡലത്തിനകത്ത് മാത്രമല്ല പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 1948 കൽക്കട്ട പ്രബന്ധത്തിന് ശേഷം, 56 പാലക്കാട്ടെ കോൺഗ്രസിന് ശേഷം, 67 വന്ന് ഏത് ചെകുത്താനെയും കൂട്ടി ഞങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ പ്രസ്താവനയും, 87 വന്നപ്പോൾ ഇതൊന്നുമല്ല, മുന്നണിക്കകത്ത് വർഗീയമായി നിൽക്കുന്ന ഒരു ജാതി പാർട്ടിയും കൂട്ടില്ല എന്ന് പറഞ്ഞ് ആദർശപരമായൊരു നിലപാടെടുത്ത് വൻ വിജയം നേടിയ ഒരു മതേതര മുന്നണി ഉണ്ടാക്കിയ 87 ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് കേരള രാഷ്ട്രീയത്തിൽ സാധാരണ മറ്റ് പാർലമെൻ്ററി പാർട്ടികളെപ്പോലെ സ്ഥാനാർത്ഥികളെ മാത്രമല്ല
ബാക്കി പ്രോജക്റ്റുകളുടെ കാര്യത്തിലും വികസനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അടിത്തറയുണ്ടായിരുന്ന പ്രത്യേകിച്ച് പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ ഇങ്ങനെയുള്ള പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേന്ദ്രമായിരുന്ന അടിത്തറയുള്ള മേഖലകളിൽ അതിനെതിരെ വിമർശനമുണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അത് ഒരുപക്ഷെ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇത് ചർച്ചയിൽ വരും. ആ ചർച്ചയിൽ വരുന്നത് നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അതിനോടൊപ്പം മറുവശത്ത് കോൺഗ്രസ് വിസ്മയങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തുണ്ടാകും എന്നുള്ളത് കാണാൻ നമുക്കിനി 23 ദിവസം കൂടി കാത്തിരിക്കും. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അവസാനമായിട്ട് ഇപ്പോൾ പഴയ പടക്കുതിരകളും ഒപ്പം പുതുമുഖങ്ങളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിന്റെ പേര് ആ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അവസാനമായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ എൽദോസിന് വീണ്ടും ആ പട്ടികയിൽ ഒരു ഇടം കിട്ടുമെന്ന്? പെരുമ്പാവൂർ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് എങ്കിലും പിന്നെ വനിതകളുടെ പ്രാതിനിധ്യം അതും മുൻപത്തേക്കാൾ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പട്ടിക, തുടക്കത്തിലെ പട്ടിക നോക്കുമ്പോൾ. വനിതകളുടെ പ്രാതിനിധ്യവും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യവും ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം കൂടിയാണ്. എൽദോസ് കുന്നപ്പള്ളിയെ ഇവിടെ നിന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് അയച്ചത്. ഹൈക്കമാൻഡാണ് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിയത്. അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ഡേറ്റ് വരുന്നുണ്ട്. അത് CPM വലിയ തോതിൽ അത് ഉപയോഗിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആൻ്റണി രാജുവിൻ്റെ കേസ് പോലെ അത് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടാൻ നീക്കം നടന്നത്. ഇപ്പോൾ ആൻ്റണി രാജുവിന് പകരം തിരുവനന്തപുരത്ത് തോമസ് ഐസക് വരുമോ എന്നുള്ളത് എനിക്ക് ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ 2 ഇക്കണോമിസ്റ്റുകളായിട്ടുള്ള തോമസ് ഐസക്കും CP ജോണും തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സ്ഥിതി വരും. രണ്ടുപേരിൽ ആരാണ് ഈ അവിടുത്തെ പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളോട് കുറച്ച് സരളമായിട്ട് ഇക്കണോമിക്സ് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ എന്ന് അവരിൽ അങ്ങനെയുള്ള ആൾ ജയിക്കുമോ, അതോ ഇനിയിപ്പോൾ BJP അവിടെ കുമ്മനത്തെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കുമോ എന്നൊക്കെയുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കോൺഗ്രസിൻ്റെ പട്ടിക മുഴുവനായിട്ട് വരുമ്പോൾ പല പടക്കുതിരകളും അവർക്ക് അവസാന മത്സരമായിട്ട് കാണുന്ന പലരുമുണ്ട്. ഇപ്പോൾ തിരുവഞ്ചൂർ ഒക്കെ ഇപ്പോഴത്തെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ അവസാനമായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, ഒരു പ്രായമാണ്. ജോസഫ് വാഴക്കൻ, അങ്ങനെ പലരും. മുല്ലപ്പള്ളി എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. മുല്ലപ്പള്ളി ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പട്ടികയിൽ പിന്നെ MM ഹസനെയും സാധ്യത കാണുന്നില്ല. MM ഹസനൊക്കെ കായംകുളത്തിന് വേണ്ടി ഇപ്പോഴും വാദിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ വിചിത്രമാണ്. കാരണം അദ്ദേഹം കായംകുളത്ത് അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം മുൻപ് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹമൊക്കെ ഇപ്പോഴും ലിജുവിന് ഇനി മത്സരിക്കാൻ ഏത് സീറ്റ്? കായംകുളമാണ് ലിജുവിൻ്റെ ശരിക്കുള്ള അദ്ദേഹത്തിന് വീടിരിക്കുന്ന മണ്ഡലം. അദ്ദേഹത്തിന് കായംകുളം ഒരു തവണ മത്സരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ MM ഹസനെ പോലെയുള്ളവരൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അതുപോലെയുള്ള നേതാക്കളൊക്കെ ഇനിയും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്, പാലോട് രവി, ഇതൊക്കെ വളരെ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കോൺഗ്രസിന് ഇത്തവണ ജയിച്ചില്ലെങ്കിൽ അവർ കേരളത്തിൽ എന്നേക്കുമായി ഇല്ലാതാകാൻ പോവുകയാണ്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നാളത്തോടുകൂടി കോൺഗ്രസിന്റെ പട്ടിക പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയുള്ള സീറ്റുകൾ നിർണായകമാണ്. തർക്കമില്ലാതെ എത്രത്തോളം മുന്നോട്ട് പോകുവാൻ കോൺഗ്രസിന് കഴിയും എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക മികച്ചതാണെന്ന് 70% പ്രേക്ഷകർ, അല്ല എന്ന് 25%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.